ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എൻ്റെ ഗാർഡനിലെ ചെടികൾ ഞാൻ നനച്ചുകൊണ്ടിരിക്കുകയാണ്. റോസ അങ്ങനെയുള്ള ചെടികൾ. അപ്പോഴേക്കും അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് ചീരക്കുഞ്ഞുങ്ങളാണ്. എൻ്റെ ചീരക്കുട്ടികൾ പാകി ഇത്രമായിട്ടുണ്ടേ കിളുത്ത്. ഇവരെ ഞാൻ എൻ്റെ കൂട്ടുകാരത്തിയുടെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ട് പാകി കിളുത്തേക്കുന്നത്. അതൊരു വെറൈറ്റി ഇനമാണ്. അപ്പോൾ അത് വലുതായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ബോഗൺവില്ലക്കും എല്ലാത്തിനും നനച്ച് ഇപ്പുറത്ത് പച്ചക്കറികൾക്ക് നനക്കാൻ തുടങ്ങിയത്. അങ്ങനെ നനച്ച് വന്ന് അപ്പോഴേക്കും വഴുതനങ്ങയ്ക്ക് 2 വഴുതനങ്ങ പുഴു വന്നിരിപ്പുണ്ട്. അത് മുറിച്ച് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നേ. അത് ഞാനിപ്പോൾ പറിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ച് മോനോട് പറഞ്ഞ് ഞാനത് വീഡിയോയിലെടുത്ത് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് താഴേലേക്ക് ഇട്ടിട്ടുണ്ട്. അവനാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അവനോട് ഓരോന്നേ ഇങ്ങനെ എടുക്ക് അങ്ങനെ എടുക്കുന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്താണ് എടുക്കുന്നത്. അങ്ങനെ അവിടെ കുറച്ച് പച്ചമുളകും എൻ്റെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിനൊക്കെ നനച്ച് തക്കാളിക്ക് ഒരു വാട്ടം ഉണ്ടായിട്ട് അതിന് ഞാൻ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ചോട്ടിൽ. ഇപ്പോൾ കുഴപ്പമില്ല, നിൽപ്പുണ്ട്. ഇലയൊക്കെ കരിഞ്ഞു പോയി, പൂ വന്നതൊക്കെ കടന്നു പോയി. പിന്നെ എനിക്ക് ഒരു വാഴക്കണ്ണ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാലിപ്പൂവനാണേ. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചോദിച്ച് വാങ്ങിച്ച് കൊണ്ടുവന്നതാണ് ഞാൻ. അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ വേപ്പും ഒക്കെ നനച്ച് എല്ലാം ഗംഗാബോണ്ട് തെങ്ങിൻ്റെ തൈയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ നനച്ച്. അങ്ങനെ ഒരു പേരക്കായ ഉണ്ട്. അതങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ നോക്കിയതാണ് മൂത്തിട്ടുണ്ടോ. അപ്പം അത് മൂത്തിട്ടില്ല. അങ്ങനെ എൻ്റെ നനക്കലൊക്കെ കഴിഞ്ഞ് ഇനി അവിടെയൊക്കെ ഒന്ന് അടിച്ച് ചവറെല്ലാം ഒന്നിട്ട് ക്ലീൻ ചെയ്യണം. ഞാൻ ചവറൊക്കെ അടിച്ചു വാരി ആ വാഴയുടെയൊക്കെ ചോട്ടിൽ തന്നെയൊക്കെയാണ് ഇടണം. വാഴയുടെയും തെങ്ങിൻ്റെയൊക്കെ ചോട്ടിൽ തന്നെയാണ് ഇടുന്നത്. വാഴ ഒത്തിരി വെള്ളം പൊങ്ങും, മഴ പെയ്യുമ്പോൾ വെള്ളം നിൽക്കുന്ന സ്ഥലമായത് കാരണം അതിൻ്റെ ചോട്ടിൽ അടിച്ചു കൂട്ടിയിട്ട് കൊടുത്തില്ലെങ്കിൽ അത് ചിലപ്പോൾ വെള്ളം നിന്നാലോ. അതുകൊണ്ട് അതിൻ്റെ ചോട്ടിലാണ് ഞാൻ അടിച്ചു കൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ തെങ്ങിൻ്റെ ചോട്ടിലും പ്ലാവിൻ്റെ ചോട്ടിലും ഒക്കെ ഇടുന്നുണ്ട് വേപ്പ് അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ. അങ്ങനെ എല്ലായിടത്തും ഞാൻ അടിച്ച് ക്ലീൻ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവിടെ ഞാനൊരു ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നു. ആ ചേമ്പ് കുറേ ദിവസമായി ഞാനത് പറിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് ഏതായാലും പറിച്ചേക്കാമെന്ന് വെച്ച്. അങ്ങനെ കണ്ണ് 2 എണ്ണം കിട്ടി. ബാക്കിയുള്ളതൊക്കെ പൊട്ടിപ്പോയത് കാരണം ഞാൻ പിന്നെ അവിടെ മണ്ണിട്ട് മാന്തിയൊക്കെ നോക്കി. അപ്പം അതിൽ നിന്ന് കിട്ടിയതാ. അങ്ങനെ അത്രയും ചേമ്പ് എനിക്ക് കിട്ടി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.